കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളുകളിൽ നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ നമ്മെ വിഷമിപ്പിക്കുന്ന, ഈ ലോകത്തിൽ നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മനുഷ്യർ നമ്മളെ തള്ളി ദ്വേഷിച്ച് തള്ളി നമ്മുടെ പേര് വിടക്കെന്ന് എണ്ണുന്ന സമയം നമ്മൾ ഭാരപ്പെടും അല്ലേ. പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവർ, നമ്മൾ സ്നേഹിച്ചവരൊക്കെ നമ്മൾ വെറുക്കുമ്പോൾ നമുക്കത് വേദന ഉണ്ടാക്കുന്നതാണ്, നമുക്ക് ഉണ്ടാക്കുന്നതാണ്, പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇവിടെ തിരുവചനം എന്താ പറയുന്നത്? നിങ്ങൾ അങ്ങനെ സംഭവിക്കുമ്പോൾ മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആരെങ്കിലും നമ്മൾ തള്ളിക്കളഞ്ഞ തിരുവചനം എന്താ പറയും? നമ്മൾ ഭാഗ്യവാന്മാർ. സ്തോത്രം. അടുത്ത് പറയുന്ന വാചകം ശ്രദ്ധിച്ച്, ആ നാളുകളിൽ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ലോകക്കാർ നമ്മളെ തള്ളുമ്പോൾ, നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മളെ സ്നേഹിതരോ നമ്മളെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ നമുക്ക് പ്രിയപ്പെട്ടവരോ ഒക്കെ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൻ്റെ പോക്കിൽ നമ്മളെ തള്ളിയെന്ന് വരും, നമ്മളെ ഉപേക്ഷിച്ചെന്ന് വരും, നമ്മൾ ഒറ്റയായി പോകുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷെ നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൻ. നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാകും. അപ്പം ഇവിടെ നമുക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും സ്വർഗത്തിൽ നമ്മളുടെ പ്രതിഫലം എന്താണ്? വലുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുവജനത്തോട് ഞാൻ പറയാം, ഈ ലോകത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട, ഈ ലോകത്തിൽ നമ്മൾ വേദനിക്കേണ്ട, ഈ ലോകത്തിൽ നമ്മൾ പ്രയാസപ്പെടേണ്ട. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന നിന്ദകൾക്ക്, കഷ്ടതകൾക്ക്, ഞെരുക്കങ്ങൾക്ക്, ഏകാന്തതകൾക്ക്, അപമാനങ്ങൾക്ക്, അപവാദങ്ങൾക്ക്, അപഹാസ്യങ്ങൾക്ക് എല്ലാം പ്രതിഫലം നൽകുന്ന ഒരു സമയമുണ്ട്. അത് നമ്മൾ ഉയരത്തിൽ ദൈവസന്നിധിയിൽ എത്തുമ്പോഴാണ് അത് പ്രാപിക്കുവാൻ തക്കവണ്ണമുള്ള തരത്തിൽ ഓടട്ടെ. നമ്മുടെ ആത്മീക ജീവിതത്തെ നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിപ്പാനിടയാകും. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവ്, സന്ദേശത്തിനായിട്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുത്തെ ചിറകടി ഞങ്ങളെ മറച്ചാട്ട്, അവിടുത്തെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ പൊതിയണമേ. തുടർന്നുള്ള എല്ലാ നിമിഷങ്ങളും അവിടുത്തെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നാണ്. ബലമങ്ങയ്ക്ക്, മഹത്വമങ്ങയ്ക്ക്, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.